എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് LLBയുടെ സിലബസിൽ വരുന്ന ലീഗൽ ടോപ്പിക്സിലേക്ക് കവർ ചെയ്യുകയാണ്. ഇതിൽ ഫസ്റ്റ് വാട്ട് ഈസ് ടോർട്ട് എന്താണെന്നുള്ള ക്ലാസ്സാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. ടോർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ലാംഗ്വേജാണ്. അത് ഇക്വലൻ ടു ഇംഗ്ലീഷ് വേർഡ് റോങ്. അതായത് ഇംഗ്ലീഷ് വേർഡിൽ റോങ് എന്നുള്ള ഒരർത്ഥമാണ് ടോർട്ടിന് പറയുന്നത്. റൊമേനിയൻ ലോയിൽ ഇത് ഡെലിസിറ്റ് എന്ന് പറയും. ഇത് ശരിക്കും ഡെറിവേറ്റ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ടോർട്ടം എന്നുള്ള വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ഇഞ്ചുറി ഓർ റോങ്, വിച്ച് ഇറ്റ് സെൽഫ് വാസ് ഫർദർ ഡെവലപ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് ടോർക്യുവർ. ഇത് വീണ്ടും ലാറ്റിൻ വേർഡിൽ നിന്ന് ടോർക്യുവർ എന്നുള്ള വേർഡ് ആയിട്ട് വീണ്ടും ഇത് ഫർദർ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ട്വിസ്റ്റ്. ഇറ്റ് ഈസ് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് അമൗണ്ട്സ് ടു സിവിൽ റോങ്. അതായത് ഒരാളുടെ ഇൻഡിവിജ്വൽ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടീനെ വയലേറ്റ് ചെയ്യുന്ന ഒരു സിവിൽ റോങ്ങിനെയാണ് ടോർട്ട് എന്ന് പറയുന്നത്. ടോർട്ട് എറൈസസ് വെൻ എ പേഴ്സൺസ് ഡ്യൂട്ടി ടുവാർഡ്സ് ദ അതർ ഈസ് അഫക്റ്റഡ്. ഒരാളുടെ ഡ്യൂട്ടീനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അയാളുടെ ഇൻഡിവിജ്വൽ ലീഗൽ റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ടോർട്ട് വരുന്നത്. ഇൻഡിവിജ്വൽ ഹു കമ്മിറ്റ് ടോർട്ട് ഈസ് കോൾഡ് ടോർട്ട് ഫീസർ. ആരാണോ ടോർട്ട് ചെയ്യുന്നത്, അതായത് ഒരാളുടെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നത്, അയാളെ ടോർട്ട് ഫീസർ അല്ലെങ്കിൽ റോങ് ഡൂയർ എന്ന് പറയും. ആൻഡ് വേർ ദർ ഈസ് എ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്. ദർ ഈസ് ചില കേസിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ കൂടിയിട്ടായിരിക്കും ഒരാളുടെ ഇൻഡിവിജ്വൽ റൈറ്റിന് ചിലപ്പോൾ വയലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ജോയിൻറ്റ് ടോർട്ട് ഫീസേഴ്സ് എന്ന് പറയും. റോങ് ഡൂയിങ് ഈസ് കോൾഡ് ടോർട്ടിഷ് ആക്ട്. എന്താണോ അവിടെ ഉണ്ടായ ആക്ട് അതിനെയാണ് ടോർഷ്യസ് ആക്ട് എന്ന് പറയുന്നത്. ദ ക്യാൻ ബി സ്യൂഡ് ജോയിൻലി ഓർ ഇൻഡിവിജ്വലി. ഒന്നല്ലെങ്കിൽ ജോയിൻലി അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ദ മെയിൻ എയിം ഓഫ് ലോ ഓഫ് ടോർട്ട് ഈസ് കോമ്പൻസേഷൻ ഓഫ് വിക്ടിം. മെയിൻ എയിം എന്ന് പറയുന്നത് കോടതിയിൽ നമുക്ക്, അതായത് കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഡാമേജസ്, അതായത് കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഡെഫിനിഷൻസിലെ വേരിയസ് തിങ്കേഴ്സ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ജോൺ സാൽമൺ, ഹി അഡ്രസ്സസ് ടോർട്ട് ആസ് ബീയിങ് ഓൺലി എ സിവിൽ റോങ് വിച്ച് ഹാസ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് പറയാതെ, അതായത് പല കേസിലും പല എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ കോമ്പൻസേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് കേസിൻ്റെ ഫാക്റ്റ് അനുസരിച്ച് അതിന് കിട്ടുന്ന എമൗണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് കിട്ടാവുന്ന ഒരു സിവിൽ റോങ് ആണ് ടോർട്ട് എന്നാണ് ജോൺ സാൽമൺ പറയുന്നത്. ഇറ്റ് ഈസ് ഫോം ഓഫ് റെമഡി ആൻഡ് വിച്ച് ഈസ് നോട്ട് ജസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇതെന്ന് പറയുന്ന ഒരു റെമഡിയാണ്. അതായത് ജസ്റ്റ് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു റെമഡിയാണെന്നാണ് പറയുന്നത്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് മിയർലി ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ ഒബ്ലിഗേഷൻ, അതാണെന്നാണ് നമ്മുടെ വേരിയസ് തിങ്കറായിട്ടുള്ള ജോൺ സാൽമണ്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിച്ചാർഡ് ഡീൻവീൽഡ് പറഞ്ഞിട്ടുള്ളത് ടോർഷ്യസ് ലയബിലിറ്റി എമർജസ് ഫ്രം ദ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി പ്രൈമർലി ഫിക്സഡ് ബൈ ദ ലോ. ടോർഷ്യസ് ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമർലി എമർജ് ചെയ്തിരിക്കുന്നത് ടോർഷ്യസ് ലയബിലിറ്റിയിൽ നിന്നാണ്. ആൻഡ് ഇസ് ഡ്യൂട്ടി ടുവാർഡ്സ് ദി അതർ പീപ്പിൾ ജനറലി ആൻഡ് ഇറ്റ് ഈസ് ബ്രീച്ച് ഈസ് റെഡ്രസ്സബിൾ ബൈ ആൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അതിൻ്റെ ബ്രീച്ച് എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് വഴിയായിരിക്കും എന്നാണ് റിച്ചാർഡ് ഡീൻഫീൽഡ് പറഞ്ഞത്. അതുപോലെ ഫ്രേസർ പറഞ്ഞത് ടോർട്ട് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് റൈറ്റ് ഇൻ ദ റെൻറ്റ് ഓഫ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഗിവിങ് റൈറ്റ് ഓഫ് കോമ്പൻസേഷൻ അറ്റ് എ സ്യൂട്ട് ഓഫ് ഇൻജുവേർഡ് പാർട്ടി. ഇതേപോലെ വരുന്ന ഡിഫറെൻറ്റ് തിങ്കേഴ്സ് പറയുന്നിരിക്കുന്ന ഡെഫിനിഷൻസൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. അതിൻ്റെ വേർഡ്സൊക്കെ എന്താണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നതിൽ ചില കീ വേർഡ്സ് ഉണ്ട്. ആ കീ വേർഡ്സ് മാത്രം നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് പോരാം. ടോർട്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും റൈറ്റിൻ്റെ വയലേറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഡിറ്റർമൈൻ റൈറ്റ്സ് ബിറ്റ്വീൻ ദ പാർട്ടി ടു ഡിസ്പ്യൂട്ട്. അതായത് ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ അതിൽ ആരുടെ ഡ്യൂട്ടിയാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്, ആരുടെ റൈറ്റാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് കണ്ടിന്യൂവേഷൻ ഓർ റെപ്പിറ്റേഷൻ ഓഫ് ഹാം. ഇങ്ങനെ ഒരു തെറ്റിനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ടു പ്രൊട്ടക്റ്റ് സർട്ടൻ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ. അതായത് പേഴ്സണൽ റെപ്യൂട്ടേഷനെ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഈ ലോ വഴി. അതുപോലെ ടു റീസ്റ്റോർ വൺസ് ഓൺ പ്രോപ്പർട്ടി ടു ഇറ്റ്സ് റൈറ്റ്സ്ഫുൾ ഓണർ. അതായത് ചിലപ്പോൾ ഒരാളുടെ പ്രോപ്പർട്ടി വേറൊരാളുടെ
കസ്റ്റഡിയിലാണെങ്കിൽ ഇത്തരം ടോർട്ടിൻ്റെ വയലേഷൻ വഴി നമുക്കത് റീസ്റ്റോർ ചെയ്ത് റൈറ്റ്ഫുൾ ഓണറിലേക്ക് എത്തിക്കാനായിട്ട് ടോർട്ട് വഴി സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ അയാളുടെ ആർക്കാണ് റൈറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ, ഇങ്ങനത്തെ റോങ്ഫുൾ ഹാം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആർക്കാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അവരുടെ റൈറ്റ് ആർക്കാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കിട്ടുന്നു. അതുപോലെ ഒരാളുടെ പ്രോപ്പർട്ടിയുടെ റൈറ്റ്ഫുൾ ഓണറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ 3 എസെൻഷ്യൽ എലമെൻറ്റ് വേണം നമുക്ക് ടോർട്ടിലേക്ക് മസ്റ്റായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒമീഷൻ ഇവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരാളുടെ ഡ്യൂട്ടി ഇവിടെ ഉണ്ടായിരിക്കണം. ഡ്യൂട്ടി അല്ലെങ്കിൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ അതും മാത്രമല്ല അതിൻ്റെ ഡാമേജസ് ഒരാൾക്ക് കിട്ടിയിരിക്കണം. ആ 3 കാര്യങ്ങളാണ് ടോർട്ടിൽ വരുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് റോങ്ഫുൾ ആക്റ്റോ ഒമീഷൻ ഉണ്ടായിരിക്കണം, അതിൽ ഡ്യൂട്ടിയോ റൈറ്റിനെ വയലേറ്റ് ചെയ്തിരിക്കണം, പിന്നെ അതിൽ ഡാമേജസ് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് ടോർട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഓഫ് സച്ച് എ നേച്ചർ ഇറ്റ് ഷുഡ് ബി ഗിവ് റൈസ് ടു ലീഗൽ റെമഡി ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ ഫോർ ഡാമേജസ്. റോങ്ഫുൾ ആക്ട് എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. റോങ്ഫുൾ ആക്ട് ക്യാൻ ബി എയ്തർ മോറലി റോങ് ഓർ ലീഗലി റോങ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ബോത്ത് അറ്റ് ദ സെയിം ടൈം. ചിലപ്പോൾ അത് മോറലി നോക്കുമ്പോൾ റോങ് ആയിരിക്കും, അല്ലെങ്കിൽ ലീഗലി നോക്കുമ്പോൾ റോങ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടും ഒരുപോലെ ഉണ്ടാകും. അങ്ങനെയാണ് റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത്. Legal wrongful act is one which affected one's legal right. The wrongful act must be one recognized by law. The act must be in a violation of law to be legal wrongful act. ലീഗൽ റോങ്ഫുൾ ആക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇൻഡിവിജ്വൽ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് ലീഗൽ റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത്. ആക്ട് വിച്ച് സീംസ് prima facie innocent may also end up infringing someone's legal right. അതായത് ചിലപ്പോൾ പ്രൈമ ഫേസി, അതായത് ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ തെറ്റൊന്നും കാണില്ല. പക്ഷേ അതിൻ്റെ അവസാനം അതിൻ്റെ ഫാക്റ്റിലേക്ക് വരുമ്പോഴായിരിക്കും അതിലെന്താ തെറ്റെന്ന് നമുക്ക് ലീഗലി എന്ത് വയലേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ കേസുകളിലും ഇതേപോലെ തന്നെ റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ടോർട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരാളുടെ ലീഗൽ റൈറ്റ് അല്ലേ, നമുക്ക് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരാളുടെ ലീഗൽ റൈറ്റാണ്, അതിനെ വയലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അത് നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസും ഇതിൽ റോങ്ഫുൾ ആക്ടിൽ വരും. അതുപോലെ തന്നെ വേറൊരു കേസാണ്, ചിലപ്പോൾ ചില റിലീജിയനിലൊക്കെ ചിലപ്പോൾ വെജ് കഴിക്കാൻ പാടില്ല, വെജ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ വെജ് കഴിക്കണം എന്നായിരിക്കും ചിലപ്പോൾ അവരുടെ നിയമത്തിൽ ആ റിലീജിയനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊരാളുടെ ഒരു പേഴ്സണൽ റൈറ്റ് എന്ന് വെച്ചാൽ അയാൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, വേണമെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് നോക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരാളുടെ ഡ്യൂട്ടിനെ അത് വയലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതവരുടെ ഒരു മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്, പക്ഷേ ലീഗലി വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്. അപ്പോൾ ഒരാൾ ഫോഴ്സ്ഫുള്ളി അയാൾ കഴിപ്പിക്കുകയാണെങ്കിൽ അത് അയാളുടെ ലീഗൽ റൈറ്റിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ ഇതിന് പറയാവുന്നതാണ്. അതും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ. ഡ്യൂട്ടി ഓഫ് കെയർ ഈസ് വൺ വിച്ച് ഈസ് ഇമ്പോസ്ഡ് ഓൺ എവറി ഇൻഡിവിജ്വൽ ആൻഡ് റിക്വയർസ് എ സ്റ്റാൻഡേർഡ് ഓഫ് റീസണബിൾ കെയർ ദാറ്റ് ഹി കുഡ് സീ ആസ് ബീയിങ് ഹാംഫുൾ ടുവാർഡ്സ് അതേഴ്സ്. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിനും ലോ ഓഫ് ടോർട്ടിൽ എല്ലാ മനുഷ്യർക്കും ഒരു റീസണബിൾ കെയർ ലോയിൽ പറയുന്നുണ്ട്, ലോ ഓഫ് ടോർട്ടിൽ. ഹെൻസ് എ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ ഈസ് ഡ്യൂട്ടി വിച്ച് ലീഗലി എൻഫോഴ്സിബിൾ ഇൻ ദ ഇന്ത്യൻ കോർട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ഡാമേജ്. ലിറ്ററൽ മീനിങ് ഓഫ് ഡാമേജ് ടു അഫക്റ്റ് ഇൻജൂറിയസ്ലി. ഡാമേജ് എന്ന് പറയുമ്പോൾ ലിറ്ററലി നോക്കുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇഞ്ചുറി ഉണ്ടാകുന്നതാണ്, ഒരാൾക്കുണ്ടാകുന്ന ഇഞ്ചുറിയാണ് ഡാമേജ് എന്ന് പറയുന്നത്. ടേം ഡാമേജസ് ഈസ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് ടേം ഡാമേജ്. ഇത് നമുക്ക് ലീഗലി LLBയുടെ എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഡാമേജും ഡാമേജസും തമ്മിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഡാമേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കേസിൽ അയാളുടെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷനെയാണ് ഡാമേജസ് എന്ന് പറയുന്നത്. ഡാമേജ് എന്ന് പറയുന്ന വേറൊരു അർത്ഥമാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരാൾക്കുണ്ടാകുന്ന ലോസ് അല്ലെങ്കിൽ ഇഞ്ചുറീനെയാണ് ഡാമേജ് എന്ന് പറയുന്നത്. അപ്പം ഡാമേജസ് എന്ന് പറയുന്ന കോമ്പൻസേഷനും ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ലോസിനെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്ററിൻ്റെ സ്കോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ടോർട്ട് ഈസ് ലീഗൽ ഡാമേജ്. ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോർട്ടിൻ്റെ ഒരു ഭാഗമാണ്
ലീഗൽ ഡാമേജ് എന്ന് പറയുന്നത്, അതായത് കോമ്പൻസേഷൻ. In order to prove an action for tort in the court, the plaintiff has to prove that there was a wrongful act or omission which resulted in breach of legal duty or violation of legal right. അതായത് പ്ലെയിൻറ്റിഫ് ഒരു കേസ് നമ്മൾ കോടതിയിൽ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളിനെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. കേസ് ഫയൽ ചെയ്യുന്ന ആളെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. ഓപ്പോസിഷൻ പാർട്ടീനെ ഡിഫൻഡൻ്റ് എന്ന് പറയും. അപ്പോൾ പ്ലെയിൻറ്റിഫ് കേസ് ഫയൽ ചെയ്യുമ്പോൾ അയാൾ പ്രൂവ് ചെയ്യേണ്ടത് അയാൾക്ക് എന്ത് ലോസ് ഓഫ് ഡാമേജ് ആണ് ഉണ്ടായത്, അതായത് എന്ത് അയാളുടെ റൈറ്റാണ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അയാൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടുന്നതാണ് ലീഗൽ ഡാമേജ് എന്ന് പറയുന്നത്. സോ ദർ മസ്റ്റ് ബി വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഓഫ് പേഴ്സൺ, ആൻഡ് ഇഫ് ദർ ഈസ് നോ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ദെൻ ദർ ക്യാൻ ബി നോ ആക്ഷൻ അണ്ടർ ലോ ഓഫ് ടോർട്ട്. അതായത് കോടതി നോക്കുമ്പോൾ അയാളുടെ ലീഗൽ റൈറ്റിന് വയലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഡാമേജ് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഡാമേജ് കിട്ടുന്നതായിരിക്കും. If there has been a violation of legal right, same is actionable whether the plaintiff has suffered any loss or not. This is expressed by maxim injurious and damno. അതായത് ഇത് എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നത് ഒരു മാക്സിം വഴിയാണ്, ഇൻജൂറിയസ് ആൻഡ് ഡാംനോ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, എക്സാംസിന് ചോദിക്കാവുന്നതാണ്. ഇൻജൂറിയസ് ആൻഡ് ഡാംനം സൈൻ ഇൻജൂറിയ, ഈ രണ്ട് സംഭവങ്ങൾ. ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ മാക്സിം. ഇൻജൂറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലീഗൽ റൈറ്റ് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ ലീഗൽ റൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റിനെയാണ് ഇൻജൂറിയ എന്ന് പറയുന്നത്. ഡാംനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഹാം അല്ലെങ്കിൽ ലോസ്, ഒരാൾക്കുണ്ടാകുന്ന സബ്സ്റ്റാൻഷ്യൽ ഡാമേജ്, ലോസ്, അതിനെയാണ് ഡാംനം എന്ന് പറയുന്നത്. സൈൻ മീൻസ് വിത്തൗട്ട്. അപ്പം ഒന്നും കൂടി ഞാൻ പറയാം, ഇൻജൂറിയ സൈൻ ഡാംനം എന്നാണ് ലീഗൽ വേർഡിൻ്റെ പേര്. അതായത് ഒരാളുടെ ലീഗൽ റൈറ്റിനെ, ഇൻജൂറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ഇൻജൂറിയ എന്ന് പറയുന്നത്. ഡാംനം എന്ന് പറയുന്നത് അയാൾക്കുണ്ടാകുന്ന സബ്സ്റ്റാൻഷ്യൽ ഹാം ഓർ ലോസ്, അതിനെയാണ് ഡാംനം എന്ന് പറയുന്നത്. സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട്. ഹവർ ഇഫ് ദർ ഈസ് നോ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്, നോ ആക്ഷൻ ക്യാൻ ലൈ ഇൻ ദ കോർട്ട് ഡെസ്പൈറ്റ് ഓഫ് ലോസ്. ഇത് ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കോടതിയിൽ എങ്ങനെയാണ് കേസ് നടക്കാറ്. പിന്നെ ചില ഇല്ലുസ്ട്രേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻജൂറിയസ് ആൻഡ് ഡാംനോ മീൻസ് ഇൻജുറി വിത്തൗട്ട് ഡാമേജ്. സച്ച് ഡാമേജ് ഈസ് ആക്ഷനബിൾ അണ്ടർ ദ ലോ ഓഫ് ടോർട്ട്. ഇറ്റ് അക്കേഴ്സ് വെൻ എ പേഴ്സൺ സഫേഴ്സ് ലീഗൽ ഡാമേജ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ ലോസ്, ദാറ്റ് ഈസ് ഹിസ് ലീഗൽ റൈറ്റ് ഈസ് ഇൻഫ്രിഞ്ച്ഡ് ബൈ സം അതർ ഇൻഡിവിജ്വൽ. അതായത് ഒരാളുടെ ലീഗൽ റൈറ്റ് മറ്റൊരാളിൽ നിന്ന് വഴി അയാൾക്ക് നഷ്ടപ്പെടുവാണ്. ഇൻ അതർ വേർഡ്സ്, ദർ ഈസ് എൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് അബ്സല്യൂട്ട് പ്രൈവറ്റ് റൈറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ഹാവിങ് സഫേർഡ് എനി ആക്ച്വൽ ലോസ്. ചിലപ്പോൾ ആക്ച്വൽ ലോസ് ഇല്ലാതെ തന്നെ അയാളുടെ ലീഗൽ റൈറ്റിനെ, ഇൻഡിവിജ്വൽ പ്രൈവറ്റ് റൈറ്റിനെ അബ്സല്യൂട്ട്ലി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് വഴി ഇതിനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇതും ചിലപ്പോൾ ചോദിക്കുന്നതാണ്. ചിലപ്പോൾ കമ്പാരിസൺ വഴി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദ ഫോളോയിങ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ കേസിൻ്റെ പേര് മാത്രം നോട്ട് ചെയ്താൽ മതി. ആഷ്പി വേഴ്സസ് വൈറ്റ് എന്നാണ് ഇൻജൂറിയസ് ആൻഡ് ഡാംനം. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ദിസ് റൂൾ ഈസ് ബേസിക്കലി ബേസ്ഡ് അപ്പോൺ ഓൾഡ് മാക്സിം. വേറൊരു മാക്സിം കൂടി ഇതിന് കൂടെ പറയുന്നുണ്ട്, ഉബീജസ് ഇബി റെമഡിയം എന്ന് പറയുന്നു. അതിൻ്റെ വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർ ദർ ഈസ് റൈറ്റ് ദർ വിൽ ബി എ റെമഡി. ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. ആഷ്പി വേഴ്സസ് വൈറ്റ് വഴിയാണ് ഈ കേസ് ഇത് വന്നിട്ടുള്ളത്, ലീഗൽ മാക്സിം. ഉബീജസ് ഇബി റെമഡിയം, വേർ ദർ ഈസ് റൈറ്റ് ദർ ഈസ് റെമഡി, അതാണ് അതിൻ്റെ വേർഡ്. അത് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പ്ലെയിൻറ്റിഫ് വാസ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആൻഡ് വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ ടു പ്രമൈസ് ഓഫ് അസംബ്ലി എലക്ഷൻ ബൈ പോലീസ് കോൺസ്റ്റബിൾ, ഹെൻസ് ഹിസ് ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കേസാണ്. അതായത് അയാൾക്ക് പാർലമെൻറ്റിൽ കയറാനുള്ള റൈറ്റ് അവിടെ നഷ്ടപ്പെടുവാണ്. ഡാംനം സൈൻ ഇൻജുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ഇൻ ടു ഡാമേജ് വിത്തൗട്ട് ഇൻജുറി. അതായത് ഡാമേജ് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടാവാതെ ആയിരിക്കും അയാളുടെ ലീഗൽ റൈറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഹിയർ ദ പാർട്ടി അഫക്റ്റഡ് സഫേഴ്സ് ഡാമേജ് വിച്ച് മേ ഓൾസോ ബി ഫിസിക്കൽ ബട്ട് സഫേഴ്സ് ഇൻ ടു നോ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ദർ ലീഗൽ റൈറ്റ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് മീൻസ് അക്കറൻസ് ഓഫ് ആൻ ആക്ച്വൽ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ ലോസ് ടു പാർട്ടി വിത്തൗട്ട് എനി ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലീഗൽ റൈറ്റ്. ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലീഗൽ റൈറ്റ് ഇല്ലാതെ ആയിരിക്കും അയാളുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇൻജൂറിയസ് ആൻഡ് ഡാംനം ഉണ്ടാകുന്നത്. ഹെൻസ് no action lie in the hands of plaintiff as there is no violation of legal right. പ്ലെയിൻറ്റിഫിൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ
ഇവിടെ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് വരുന്നില്ല. കാരണം പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ അവിടെ വയലേഷൻസ് കാണിക്കുന്നില്ലാത്തതുകൊണ്ട്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ടോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം എബോ ദാറ്റ് tort is civil wrong which is caused when one individual infringes another's legal right. ഒരാളുടെ ഇൻഡിവിജ്വൽ ലീഗൽ റൈറ്റിനെ മറ്റൊരാൾ ഇൻഫ്രിഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് മെൻ്റൽ എലമെൻറ്റ് മേ ഓർ മേ നോട്ട് ബി റെലവൻറ്റ് ഇൻ സർട്ടൻ ടോർട്ട് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ഇറ്റ്. ചിലപ്പോൾ അയാൾ മെൻ്റൽ എലമെൻ്റ് ആയത് മറ്റേ നമ്മൾ IPCയിൽ പഠിക്കും ഇനി പിന്നീട്. അതിനകത്ത് പറയുന്നത് നമ്മൾ മെൻ്റൽ എലമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷനും രണ്ടും നോക്കിയിട്ടായിരിക്കും ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ മെൻ്റൽ എലമെൻറ്റ് ചിലപ്പോൾ അവർ പ്രഥമ ദൃഷ്ടിയ അതിൽ മെൻ്റൽ എലമെൻറ്റ് ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ടായിരിക്കില്ല അത് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നെഗ്ലിജൻസും അതുപോലെ തന്നെ ചിലപ്പോൾ ബാറ്ററിയുടെ കേസ്, അതായത് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾക്ക് നേരെ കൈ ഉയർത്തി അയാൾ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും ആ പ്രവൃത്തി. അപ്പോൾ അങ്ങനെയുള്ള കേസും വരാം. അല്ലാതെ ചിലപ്പോൾ അയാളുടെ അറിയാതെ ചെയ്തു പോകുന്ന ഒരു നെഗ്ലിജൻസ് വഴി ഉണ്ടാകുന്നതായിരിക്കാം. അങ്ങനെ രണ്ട് കേസിലും ടോർട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡൺ intentionally like in case of battery as well as accidentally without the intention of committing such an act by performing certain acts carelessly or by accident like in the case of negligence. The situation of law of tort is not so well as many people are still not aware of rights that may lose that they possess, which due to facts that there is lack of awareness among the people, the facts that the law of tort is still uncodified and is direct derivation of common law of England make it likely to be adapted in certain cases to Indian context, though it adapted into Indian context. ആദ്യമേ ഇത് ഡെറൈവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ലോ ഓഫ് കോമൺ ലോയിൽ നിന്നാണ്. പിന്നീട് അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വന്ന് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സോ ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ്. ഇനിയും അടുത്ത സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് അടുത്ത ക്ലാസ് പോകുന്നതായിരിക്കും. ചാനലിൽ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.